ഇനി ഗവൺമെൻറ് എടുത്തുള്ള പൊസിഷൻ, ഗവൺമെൻറ് സവിശേഷമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രി തുടക്കം മുതലേ അദ്ദേഹം വളരെ എന്താ പറയുക സ്ഫുടമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ സ്ഫുടമായ നിലപാട് സ്വീകരിക്കുന്ന ഇതിൽ ഈ നിയമത്തിൻ്റെയും കോടതിയുടെയും സാങ്കേതികത പറഞ്ഞ് പിന്നെ എന്താണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പുരോഗമന നിലപാടാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതേ സ്കൂളിനെതിരെ 2008 മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ കുരിശ് വരപ്പിച്ചതിലും മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി പോവുകയും മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെടുകയും ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല എന്ന് ഈ മാനേജറിന് പറയുകയും ചെയ്താണ്. അതുകൂടെ നമ്മൾ ഓർക്കണം. ഇത് ഇന്നലെ ആ പ്രിൻസിപ്പൽ ഹാർമണിയെക്കുറിച്ച് മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ വലിയ ഇംഗ്ലീഷാണെന്ന് തോന്നുന്ന ഭാഷയിൽ സംസാരിച്ചല്ലോ. അതേ സ്കൂളിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം മന്ത്രി ശിവൻകുട്ടി എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കും, വളരെ കൃത്യതയുള്ള. ശിവൻകുട്ടിയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഔട്ട് ഓഫ് ഫോക്കസ് സംസാരിച്ചാണ്. അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിലെ മന്ത്രിമാരിൽ എന്താണ് ഈ ഒരു പ്രഭാഷണ സൗകുമാര്യം ഒരു സംസാര ചാതുരി പോലും അധികം ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ നല്ല കൃത്യതയിൽ കാര്യങ്ങൾ പറയുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇതിൽ മാത്രമല്ല, നിരവധി സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സ്ഫുടമായി വളരെ കൃത്യതയിൽ കാര്യങ്ങൾ പറയുകയും ഇടപെടേണ്ട സമയങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്തും അദ്ദേഹം ആ നിലയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അദ്ദേഹം എന്ത് പറഞ്ഞു, DD ഏൽപ്പിക്കുന്നു, DD റിപ്പോർട്ട് കൊടുക്കുന്നു, അവരവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് പറയുന്നു. DD റിപ്പോർട്ടിനെതിരെ സ്കൂളുകാർ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. അതിലിടപെടാൻ ഹൈക്കോടതി സന്നദ്ധമായില്ല, അല്ലെങ്കിൽ DDയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സന്നദ്ധമായില്ല. പക്ഷേ എൻ്റെ ഓഫ് ദ ഡേ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് ഈ കുട്ടി പുറത്തു പോവുകയാണ്. അതാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു പൊസിഷൻ എടുത്തു. മന്ത്രി ഹിജാബ് ഇട്ട ഒരു കുട്ടിയെ ആശ്ലേഷിച്ച് പടവിടുകയാണ് ഫേസ്ബുക്കിൽ. ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്നത്. അതൊക്കെ വളരെ വളരെ ഗംഭീരമായുള്ള സംഗതി തന്നെയാണ്. പക്ഷെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് മന്ത്രി പറഞ്ഞ അതേ ദിവസമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കുട്ടി TC വാങ്ങി പോകേണ്ടി വന്നത്. ഇതേ മന്ത്രി, ഇതേ ശിവൻകുട്ടി മന്ത്രിയായിട്ടുള്ള സംസ്ഥാനത്ത്, ഇതേ മന്ത്രിക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഈ സ്കൂൾ അധികൃതർ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ഒരു വശത്ത് ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ തന്നെ മറുവശത്തൊരു കുട്ടിക്ക് TC വാങ്ങി കണ്ണീരോടെ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ശിവൻകുട്ടിയുടെ ഒരു എന്താ പറയുക ഒരു പരാജയം എന്നുള്ള ഈ സംവിധാനത്തിൻ്റെ ഒരു പരാജയമാണ്.